ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ബിഗ് ബോസ് സീസൺ 7 ജിയോ ഹോട്ട്സ്റ്റാർ വഴി എങ്ങനെ നമുക്ക് വോട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മൾ ജിയോ ഹോട്ട്സ്റ്റാർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ആയി വരുമ്പോൾ നമ്മൾ അതിൻ്റെ ഹോം പേജിലേക്കാണ് എത്തുന്നത്. ഇതാണ് അതിൻ്റെ ഹോം പേജ്. ഹോം പേജിൻ്റെ താഴെ സെർച്ച് എന്ന ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബിഗ് ബോസ് സീസൺ 7 എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് മുകളിൽ കാണാൻ സാധിക്കും ബിഗ് ബോസ് സീസൺ 7 എന്ന്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു പേജായിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ പേജിൽ നമുക്ക് സീസണിൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും താഴെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന് മുകളിലായിട്ട് വോട്ട് എന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യും. അത് ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഈ ആഴ്ചയിൽ ആരൊക്കെയാണോ നോമിനേറ്റ് ആയിട്ടുള്ള അവരുടെ എല്ലാം ഫോട്ടോസും പേരുകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നമുക്ക് ആർക്കാണോ വോട്ട് കൊടുക്കേണ്ടത് അവരെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇവരിൽ ആർക്കാണോ നമുക്ക് വോട്ട് കൊടുക്കേണ്ടത് അവരെ സെലക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ വീതം സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണോ അവരെ സെലക്ട് ചെയ്ത് താഴെ ഡൺ എന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ അവർക്കുള്ള വോട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ഓരോ വോട്ട് എന്ന രീതിയാണ്. ഇന്ന് രാത്രി 12 മണി വരെയാണ് ഇന്നത്തെ വോട്ട് അവസാനിക്കുന്നത്. പിന്നീട് നമുക്ക് നാളെ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആര്യനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ആര്യനെ സെലക്ട് ചെയ്ത് ഡണ്ണ് കൊടുത്തപ്പോൾ ഇന്നത്തെ വോട്ടിങ് അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ വോട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വോട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. ഇനി നമുക്ക് നാളെ വോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു വോട്ട് എന്ന രീതിയാണ്. അപ്പോൾ ഇന്ന് ഒരു വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ നാളെ സാധിക്കത്തുള്ളൂ. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണെന്ന് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.